ഹലോ എവരിവൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക പിസ്സ പാസ്ത സോസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചുമന്ന് നോക്കി തക്കാളി എടുക്കണം. 1 kg എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോറി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്കിന്നൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേജിൽ നമുക്ക് ഇതാണെങ്കിൽ ഒരു തണുത്ത വെള്ളം വേറൊരു പാത്രത്തിൽ വെക്കണം. അതിനകത്തോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ആ തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ഇതേതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്കിന്നിനൊക്കെ ഇളകി വരും കേട്ടോ, സുഖമായിട്ട് കൈ കൊണ്ട് തന്നെ. അപ്പോൾ അതെല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം തണുത്ത് കഴിഞ്ഞ് ഒരു മിക്സി ജാർ ഇട്ട് കൊടുക്കുക. ഫൈൻ പ്യൂരി റെഡിയാക്കി എടുക്കുക. ആ കടായിലേക്ക് ഞാനാണെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരം സൺഫ്ലവർ ഓയിലാണെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഒരു 20 തൊട്ട് 25 വെളുത്തുള്ളി അല്ലി എൻ്റെ ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ പിന്നെ ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് നമുക്കത് ഇട്ട് കൊടുക്കാം. ഒത്തിരി സോത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റേക്ക് മാത്രം ചെയ്താൽ മതി. ഒത്തിരി ബ്രൗണിഷ് ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു സവാള എടുക്കും. സവാളയുടെ പകുതി മതി നമുക്ക്. ഒത്തിരി വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം. അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം അതും നമുക്കൊന്ന് 1-2 മിനിറ്റേക്ക് സോത്തെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തക്കാളി പ്യൂരി റെഡിയാക്കി വെച്ചില്ല, അത് നമുക്കകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കകത്ത് സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇറ്റാലിയൻ സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരം ഓറിഗാനോ ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കകത്ത് 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ഇത് നമുക്കാണെങ്കിൽ ഒരു 1/4 കപ്പ് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം. വിനീഗറിൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാ. വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, മറക്കാതെ. അപ്പോൾ ഈ തണുത്ത് കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഒരു ചില്ലിൻ്റെ പാത്രത്തിൽ വേണേ സ്റ്റോർ ചെയ്ത് എടുക്കാനായിട്ട്. ചില്ലിൻ്റെ പാത്രത്തിലേ സ്റ്റോർ ചെയ്യാവുള്ളൂ. നമ്മൾ വിനീഗറൊക്കെ ഒഴിച്ചില്ലേ, അത് കാരണം കൊണ്ട് ഒരു 3-4 മാസം വരെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമുക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് പാസ്ത ഉണ്ടാക്കുന്നത് നമുക്കതും കാണാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ പാസ്ത ആയിട്ട് 2 കപ്പ് ടു 50 ml കപ്പിന് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ഒരു 5-10 മിനിറ്റ് സമയം പിടിക്കത്തേ ഉള്ളൂ, ഒത്തിരി നാവത്തില്ല. അപ്പോൾ 2-3 തള വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ മതി പാകത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ടിരിക്കുന്നത്. വെന്ത് കഴിയുമ്പോൾ സൈസ് ഡബിളായി വരും ഇതിൻ്റെ. അപ്പോൾ നന്നായിട്ട് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒത്തിരി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സോസൊക്കെ റെഡിയായി ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് പരിപാടി. ഇനിയും ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് വെന്ത് ഒരു അരിപ്പയിൽ കൂടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പശവശം ഒന്ന് മാറി കിട്ടാനായിട്ട് പശയൊക്കെ, അല്ലെങ്കിൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അത് കാരണം പിന്നെ അതിൻ്റെ മേലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ഞാനാണെങ്കിൽ ഇതേ നമ്മൾ പാസ്ത സോസ് റെഡിയാക്കി വെച്ചില്ലായിരുന്നു, അത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുകൊണ്ട് നമുക്കാണെങ്കിൽ പിസ്സയെ നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിസ്സയുടെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഡൊമിനോ സ്റ്റൈൽ എങ്ങനെയാണ് പിസ്സ റെഡിയാക്കുന്നത് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെയും കാണാൻ താല്പര്യമാണെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പിന്നെയും കൊണ്ടുവരുന്നതായിരിക്കും. ഇനി നമുക്കാണെങ്കിൽ കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കണേ സീസണിങ് എന്തെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ടോ എന്തുവാന്ന്. കുറവുണ്ടെങ്കിൽ ഇച്ചിരി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നോക്കിയപ്പോൾ എനിക്കെല്ലാം പാകത്തിനുണ്ടായിരുന്നു, അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 ചീസ് സ്ലൈസ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകരം മോസറല്ല ചീസോ അല്ലെങ്കിൽ ചെഡാർ ചീസോ ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പാസ്ത റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അതും കൂടെ അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. റെഡ് സോസ് പാസ്ത നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.